നമസ്കാരം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഫ്ലാഷ് ഓഫ് പീപ്പിൾ നോക്കുമ്പോ എല്ലാം നേരെ ആയിരിക്കും, പക്ഷെ കയ്യിൽ വരുന്നതൊക്കെ തല കിട്ടിയത്. ലവർ, സോറോ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ വളരെ ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കുന്ന, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം നിങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. പ്ലഷർ സീക്കേഴ്സ്. അപ്പൊ ഇവര് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് കുടിപ്പിക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകും. അത് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വ്യക്തി ചിലപ്പോ ഇത് തുറന്ന് പറയാനൊരു ചാൻസ് ഉണ്ട്, ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം. കൂടെയുള്ള ആളുകൾ ഭയങ്കര സ്വഭാവം കൊള്ളില്ലാത്ത ആളുകളാണ്, വെറുതെ അവര് നിങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡ്സ് പറയുന്നത് വീട് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുമെന്നാണ്. അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു വീട് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഫ്ലാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ആയിരിക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ്, ആർക്കോ. നല്ല അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പൊ അതും കൊണ്ടുവന്ന് ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ 24 മണിക്കൂറിനുള്ള ഒരാൾ വരാൻ വഴിയുണ്ട്. ചിലപ്പോ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചതായിരിക്കാം. ആ വ്യക്തി ചിലപ്പോ ഇപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. ആ വ്യക്തിയുടെ വില്ലിൽ നിങ്ങളുടെ പേരുണ്ടാവാൻ വഴിയുണ്ട്. മൂന്നാമത്തെ സെറ്റ് ഒരു ലവ് ആർക്കോ വരുന്നുണ്ട്. ഒരു അപ്പോ ഇവിടെ ഒരു സെർവന്റിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ലവ് ലെറ്ററോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഡീറ്റെയിൽ നിങ്ങളുടെ വീട്ടിൽ ജോലി എടുക്കുന്ന ആരുടെയോ അടുത്ത് ആരോ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവരത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുവരെ അത് എത്തിയിട്ടില്ല. അതപ്പോ നിങ്ങളുടെ വീട്ടിലെ സെർവന്റ് എത്തിയിട്ടുണ്ട്. അവർ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർ ലീവിലായിരിക്കാം. എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളുടെ സ്നേഹിക്കുന്ന ആള് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്.